ഖത്തറിനെതിരെ വളരെ ഗുരുതരമായൊരു ആക്രമണം ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 9 മുതൽ 10 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഖത്തറിനെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതുപോലെ തന്നെ കുവൈറ്റിന്റെ വ്യോമപരിധിയിലും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ മിസൈൽ ആക്രമണങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാന്റെ IRGC പുറത്തുവിട്ടു. അമേരിക്കയുടെ 2 താഡ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഞങ്ങൾ തകർത്തുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ സംഭവം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നടന്നുവെന്നും പറയുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്ന സാഹചര്യം വലിയ ആശങ്കയിലായിരിക്കുകയാണ്. ഇനി ഈ രാജ്യങ്ങളെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇറാന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം അമേരിക്കയ്ക്ക് പിന്തുണ നൽകി ഇറാനെതിരെ നടപടിയെടുക്കുന്ന ഏതൊരു രാജ്യത്തെയും ലക്ഷ്യമാക്കി ആക്രമണം തുടരുമെന്ന ഒരു മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ഒരു താഡ് ഡിഫൻസ് സിസ്റ്റം നശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. എന്നാൽ ഇവിടെ 2 താഡ് സിസ്റ്റങ്ങൾ തകർത്തുവെന്നാണ് പറയപ്പെടുന്നത്. ഇതുവരെ അമേരിക്ക മൊത്തത്തിൽ ഏകദേശം 10 യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 2 യൂണിറ്റുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റങ്ങളൊക്കെ വളരെ ഉയർന്ന പ്രാധാന്യമുള്ളവയാണ്. ഈ യൂണിറ്റിന്റെ വില ഏകദേശം $2 ബില്യൺ വരെ വരും. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 18,000 കോടി രൂപയുടെ മൂല്യമുള്ള ഒരു വലിയ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇത്. അത്തരത്തിലുള്ള ഒരു വലിയ സംവിധാനമാണ് ഇറാൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ച് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ വരെ ഈ സംഘർഷം തുടരാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയരുകയാണ്. ഇറാനിൽ കുറഞ്ഞത് 3000 ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാകാമെന്നാണ് ചില വിലയിരുത്തലുകൾ. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ കൈവശം എത്ര ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് എന്നതിന്റെ കൃത്യമായ കണക്ക് പോലും വ്യക്തമല്ല എന്നുള്ളതാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിവരങ്ങൾ. അതേസമയം ഇറാൻ മറ്റൊരു വലിയ അവകാശവാദം ഉന്നയിച്ചു. അവരുടെ അഭിപ്രായത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് മിഡിൽ ഈസ്റ്റിനെയും ഇസ്രായേലിനെയും സംരക്ഷിക്കാൻ പരമാവധി 10 ദിവസത്തേക്ക് മാത്രമേ കഴിയൂ. ഇപ്പോൾ ഇറാൻ പ്രയോഗിക്കുന്ന വേഗതയിൽ തന്നെ മിസൈൽ ആക്രമണം തുടർന്നാൽ 10 ദിവസത്തിന് ശേഷം അമേരിക്കയ്ക്ക് പ്രയോഗിക്കാൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾ തീർന്നു പോകുമെന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു. സാധാരണയായി അമേരിക്കയ്ക്ക് 1 വർഷത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന പാട്രിയോട്ട് മിസൈൽ സിസ്റ്റംസ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം 100-120 വരെ മാത്രമാണ്. എന്നാൽ ജോ ബൈഡൻ ഭരണകാലത്ത് ഇന്റർസെപ്റ്ററുകളിൽ വലിയൊരു പങ്ക് ഉക്രൈനിലേക്ക് അയച്ചിരുന്നു. ശേഷം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതിനു ശേഷം ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ സ്റ്റോക്ക് പെയിൽ ഇപ്പോഴും വളരെ വലുതല്ല എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയ്ക്ക് പരമാവധി 10 ദിവസത്തേക്ക് മാത്രമേ പ്രതിരോധം നൽകാൻ കഴിയുകയുള്ളൂ എന്നത് ശരിയാണെങ്കിൽ ഇതുവരെ ഏകദേശം 600 ഇന്റർസെപ്റ്റർ മിസൈലുകൾ വരെയും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും അവരുടെ അടുത്ത സഖ്യരാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നുള്ള വിലയിരുത്തലുകളും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഉന്നയിക്കുന്ന മറ്റൊരു അവകാശവാദം കൂടി ശ്രദ്ധേയമാണ്. ഖത്തറിനും കുവൈറ്റിനും നേരെ മിസൈൽ ആക്രമണം നടത്തുകയാണ്. അതിൽ കൂടുതൽ ആക്രമണം നേരിടുന്നത് ഖത്തറാണെന്നാണ് റിപ്പോർട്ട്. ഇന്ന് രാവിലെ ഖത്തർ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞത് F-25 ഫൈറ്റർ എയർക്രാഫ്റ്റ് അവരുടെ വ്യോമപരിധിയിലേക്ക് കടക്കാൻ ശ്രമിച്ചതായി അവർ കണ്ടെത്തി. ഖത്തറിന്റെ യുദ്ധവിമാനങ്ങൾ അവയെ കാഴ്ചയിൽ തിരിച്ചറിഞ്ഞു. ആ വിമാനങ്ങൾ നിരവധി എയർ ടു എയർ മിസൈലുകളും എയർ ടു സർഫസ് മിസൈലുകളും വഹിച്ചുകൊണ്ട് ഖത്തറിന്റെ വ്യോമ പരിധിയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഖത്തർ അവരുമായി റേഡിയോ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ലഭിച്ചില്ല. കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലാത്തതിനാൽ അവ ഖത്തറിന്റെ വ്യോമ പരിധിയിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു സംശയത്തെ തുടർന്ന് വ്യോമ പരിധിയിൽ കടന്നെത്തിയ ചില സെക്കൻഡുകൾക്കുള്ളിൽ ആ 2 വിമാനങ്ങളെയും ഖത്തർ സേന വെടിവെച്ച് വീഴ്ത്തിയതായി പറയുന്നു. വിമാനങ്ങൾ തകർന്ന ശേഷം അവയുടെ അവശിഷ്ടങ്ങൾ സമീപത്തെ കടൽ പ്രദേശത്തേക്കാണ് വീണത്. ക്രൂ അംഗങ്ങൾ ഇജക്ട് ചെയ്തതായി തെളിവുകളൊന്നുമില്ല. അതിനാൽ അവരെ കണ്ടെത്തുന്നതിനായോ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായോ തിരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഖത്തർ അറിയിച്ചു. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇറാൻ അവരുടെ കൈവശമുള്ള ശേഷിക്കുന്ന ചില യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഖത്തറിലുള്ള അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായ അൽ ഉദൈദ് എയർബേസിനെ ലക്ഷ്യമിടാൻ ശ്രമിക്കുകയാണ്. ഈ ബേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം നിലവിലുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതിനാൽ ഈ ഒരു കേന്ദ്രം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളിൽ അത്യന്തം നിർണായക സ്ഥാനമാണ് കൈവരിക്കുന്നത്.
ഇത് ഇറാന് വലിയൊരു സൈനിക വിജയമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ആ ബേസിൽ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവശേഷിക്കുന്ന മറ്റൊരു സിസ്റ്റവും നശിച്ചാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ അമേരിക്കയും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്ന ആ ഒരു പ്രതികരണ സമയം കുറയാൻ സാധ്യതയുണ്ട്. കാരണം ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിന് ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് മുൻകൂട്ടി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റംസ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന താഡ് എന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്നതിനായി ലോകത്തിലെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണിത്. ഒരു സമയത്ത് ഈ സിസ്റ്റം 2 ഇന്റർസെപ്റ്റർ മിസൈലുകളെ വരെ വിക്ഷേപിക്കാൻ കഴിയും. ഈ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 15-16 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ്. ഇവയിൽ സാധാരണ വാർഹെഡ് ഉണ്ടാകില്ല. പകരം ഹിറ്റ് ടു കിൽ എന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഇന്റർസെപ്റ്റർ മിസൈൽ നേരിട്ട് വരുന്ന ബാലിസ്റ്റിക് മിസൈലിനെ ഇടിച്ച് അതിന്റെ കൈനറ്റിക് എനർജി ഉപയോഗിച്ച് ലക്ഷ്യത്തെ നശിപ്പിക്കുന്നു. ഈ സംവിധാനം വികസിപ്പിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ലോകമെമ്പാടും ഇതുവരെ 10 താഡ് യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ യൂണിറ്റിലും ലോഞ്ചറുകൾ, റഡാർ യൂണിറ്റുകൾ, കമാൻഡ് സെന്ററുകളെല്ലാം ഉൾപ്പെടുന്നു. ഈ 10 യൂണിറ്റുകളിൽ 6 എണ്ണം അമേരിക്ക ഉപയോഗിക്കുന്നു. ആദ്യം അമേരിക്കയ്ക്ക് 7 യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനായി നടന്ന സംഘർഷകാലത്ത് ഒരു യൂണിറ്റ് അവിടെ വിന്യസിപ്പിച്ചു. ഇപ്പോൾ വിന്യാസം ഏകദേശം എങ്ങനെയാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതായത് 6 യൂണിറ്റ് അമേരിക്കയുടെ പക്കലും 1 യൂണിറ്റ് ഇസ്രായേലിലും 1 യൂണിറ്റ് സൗദി അറേബ്യ, 2 യൂണിറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുമുണ്ട്. ഇവയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് കേന്ദ്രമാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ക്രൂഡ് ഓയിലിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്നാൽ UAE അതിൽ നിന്നും മാറി എണ്ണയല്ലാത്ത മേഖലകളിൽ വലിയ രീതിയിൽ വളർച്ച നേടാൻ ശ്രമിച്ചു. 2025ഓടെ അവരുടെ മൊത്തം GDPയിൽ ഏകദേശം 75%-ലധികം വരുമാനം എണ്ണയല്ലാത്ത മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിനാൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. UAEയിൽ അമേരിക്ക നടത്തിയ വലിയ നിക്ഷേപങ്ങളും അവിടെ നിന്നുള്ള സാമ്പത്തിക ബന്ധങ്ങളും അതിന് പ്രധാന കാരണമാണ്. അതുകൊണ്ടാണ് അമേരിക്ക 2 താഡ് യൂണിറ്റുകൾ അവിടെ വിന്യസിപ്പിച്ചത്. ഇതുപോലെ തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ സ്ഥാപിച്ചിരിക്കുന്ന ശക്തമായ റഡാർ സിസ്റ്റമായ ഏർലി വാർണിംഗ് റഡാർ ഏകദേശം $1 ബില്യൺ ചിലവഴിച്ച് ഖത്തർ വാങ്ങി സ്ഥാപിച്ചതാണ്. ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കവറേജ് UAE മാത്രം സംരക്ഷിക്കുന്നതല്ല, സമീപത്തുള്ള മറ്റ് രാജ്യങ്ങൾക്കും സംരക്ഷണം നൽകാൻ ഇതിന് കഴിയും. എന്നാൽ പ്രധാന ലക്ഷ്യം UAEയുടെ വ്യോമപരിധിയെ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ 2 താഡ് യൂണിറ്റുകളും നശിപ്പിച്ചതായി IRGC അവകാശപ്പെടുന്നു. അവരുടെ ഒരു വാദപ്രകാരം ആദ്യ യൂണിറ്റ് മാർച്ച് 2-ന് UAEക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ നശിച്ചു. രണ്ടാമത്തെ യൂണിറ്റ് ഇപ്പോൾ നടത്തിയ പുതിയ ആക്രമണത്തിൽ നശിപ്പിച്ചതായും അവർ പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് IRGC ഉന്നയിച്ച അവകാശവാദമാണ്. അതിന് പിന്തുണയായി അവർ ഒരു സാറ്റലൈറ്റ് ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. ആ ചിത്രത്തിൽ ബിഫോർ എന്നും ആഫ്റ്റർ എന്നും കാണിച്ച് ആ പ്രദേശത്ത് ഒരു ആക്രമണം നടന്നതായി തോന്നുന്ന തെളിവുകൾ അവർ കാണിച്ചിട്ടുണ്ട്. ഈ അവകാശവാദം ശരിയാണെന്ന് തെളിഞ്ഞാൽ UAEക്ക് വളരെ വലിയൊരു പ്രതിരോധ കവചം നഷ്ടപ്പെട്ടിരിക്കാം. ഒരു ചെറിയൊരു കണക്ക് കൂടെ പറയാം. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണം ഇങ്ങനെയാണ് വരുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 863 മിസൈലുകൾ, കുവൈറ്റിൽ 562 മിസൈലുകൾ, ഖത്തറിൽ 162 മിസൈലുകൾ, ബഹ്റൈനിൽ 129 മിസൈലുകൾ, ഇസ്രായേലിൽ 113 മിസൈൽസ്, ജോർദാനിൽ 49 മിസൈൽസ്, സൈപ്രസിൽ 5, സൗദി അറേബ്യയിൽ 2 മിസൈലുകൾ. ഇവ ഔദ്യോഗികമായി പുറത്തുവന്ന വിവരങ്ങളാണ്. എന്നാൽ യഥാർത്ഥ ആക്രമണങ്ങളുടെ എണ്ണം ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് ചില പ്രതിരോധ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവയിൽ ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ UAE നേരിട്ട ആക്രമണങ്ങളുടെ എണ്ണം ഇസ്രായേൽ ആക്രമണങ്ങളെക്കാൾ ഏകദേശം 8 മടങ്ങ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. അതായത് ആ പ്രദേശത്തിൻ്റെ സ്ട്രാറ്റജിക് പ്രാധാന്യവും അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യവും ഇറാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനാലാണ് ആദ്യം അവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ട് പിന്നീട് മറ്റ് ആക്രമണങ്ങൾക്ക് അവർ തുടക്കമിട്ടത്. അവിടെ ഉണ്ടായിരുന്ന റഡാർ നശിപ്പിച്ചതാണ് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമായി കണക്കാക്കപ്പെടുന്നത്. കാരണം ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പ്രതിരോധ സമയം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാരണം ഈ ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റം ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പ്രതികരണ സമയം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഇറാനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചാൽ ഏർലി വാർണിംഗ് റഡാർ സിസ്റ്റങ്ങൾ അതിൻ്റെ ലോഞ്ച് സമയത്ത് തന്നെ അത് കണ്ടെത്തും. തുടർന്ന് മിസൈലിൻ്റെ പാത ഏതാണ്,
അത് ഏത് ഭാഗത്ത് പോകുന്നു, ഇതൊക്കെ മുൻകൂട്ടി കണക്കാക്കി വിവരം നൽകും. അങ്ങനെ ലഭിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ സിസ്റ്റങ്ങൾ ഇന്റർസെപ്റ്റർ മിസൈലുകൾ വിക്ഷേപിക്കുന്നത്. ഈ രീതിയിൽ ഏർലി വാർണിംഗ് റഡാർ പ്രവർത്തിച്ചാൽ ഏകദേശം 10 മിനിറ്റ് സമയത്തിൽ തന്നെ 8 മിനിറ്റ് വരെ വേണ്ട വിശകലനവും മുന്നറിയിപ്പും ഇതിനകം അത് പൂർത്തിയാക്കും. പക്ഷേ ആ റഡാർ സിസ്റ്റം നശിച്ചാൽ ഈ മുഴുവൻ ജോലിയും മറ്റ് പ്രതിരോധ സിസ്റ്റം തന്നെ പൂർത്തിയാക്കേണ്ടി വരും. അതിനാൽ പ്രതികരണ സമയം കുറയുകയും അതേസമയം കൂടുതൽ മിസൈലുകൾ വന്നാൽ അവയെ തടയാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സൈനിക ആസ്തികൾക്കും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ പുനഃസ്ഥാപിക്കാനും സാധിക്കില്ല. കാരണം താഡ് യൂണിറ്റുകൾ ലോകത്ത് മൊത്തം 10 എണ്ണം മാത്രമാണുള്ളത്. അതിൽ 2 യൂണിറ്റുകൾ തന്നെ നശിച്ചു എന്ന് ഉറപ്പായാൽ ബാക്കി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് അത് വലിയ നഷ്ടമായി തന്നെ മാറും. അതിനാൽ ഈ ആക്രമണങ്ങളുടെ ഫലമായി അമേരിക്കയ്ക്ക് വലിയ സൈനിക നഷ്ടം സംഭവിച്ചിരിക്കാമെന്ന സാധ്യത ഉയരുന്നുണ്ട്. ഇറാന്റെ അവകാശവാദവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.